ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മകരപ്പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു വലിയൊരു ആഘോഷമാണ്, ഉത്സവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണവും വിഷുവും ഒക്കെ പോലെ അവർക്ക് പൊങ്കലാണ്. നമ്മുടെ 4 ദിവസം ഓണം ആഘോഷിക്കുന്നത് പോലെ അവർക്ക് 3 ദിവസത്തെ പൊങ്കലാണ്. ഇന്നലെ ഭോഗി പൊങ്കലായിരുന്നു, ഇന്ന് തൈപ്പൊങ്കൽ, നാളെ മാട്ടുപ്പൊങ്കൽ. മാട്ടുപ്പൊങ്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് കന്നുകാലികളെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭോഗി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീടൊക്കെ അവർ ക്ലീൻ ചെയ്ത് റെഡിയാക്കി പെയിൻറ്റൊക്കെ അടിക്കും, നല്ല പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ രാത്രി പുറത്ത് കൊണ്ടിട്ട് കത്തിച്ച് കളയും. അതായത് പഴയ സാധനങ്ങൾ, അത് നെഗറ്റീവ് എനർജീനെ കളയുന്നതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പുതിയ ഒരു തുടക്കത്തിലേക്ക് വരുന്നതാണ് ഇന്നത്തെ ദിവസം. അതാണ് പൊങ്കാലയൊക്കെ, സൂര്യദേവന് പൊങ്കാലയൊക്കെ അർപ്പിച്ച് നന്ദി പറയുന്നതിൻ്റെ ഒരു സൂചകമായിട്ടും കൂടെയാണ് പറയുന്നത്. ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് അവിടുത്തെ രീതി അനുസരിച്ച് വലിയ കളർഫുള്ളായിട്ട് അവർ കോലമൊക്കെ വരച്ച്, എനിക്ക് അത്രയ്ക്ക് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അറിയാമെന്നുള്ളതുപോലെ ഒരു ചെറിയ കോലം വരച്ച് വന്നപ്പോഴത്തേക്കും അതൊരു കോലത്തിലുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്രയ്ക്ക് മോശമല്ല കേട്ടോ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് പിള്ളേർ പറഞ്ഞു തരും, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ശരിക്കും അറിയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് കോലമൊക്കെ വരയ്ക്കാനൊന്നും ആരുടെ വീട്ടിൻ്റെ മുമ്പിലും കോലം വരച്ചിട്ടിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ മാത്രമായിട്ടിങ്ങനെ എന്തോ വരയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങ് വിട്ടു. അങ്ങനെ വിട്ടപ്പോൾ എനിക്ക് മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ടച്ച് വിട്ടുപോയതാണ്. അല്ലെങ്കിൽ പഠിച്ചാൽ ഞാൻ വരയ്ക്കുമായിരുന്നു. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കാനും അറിയാമായിരുന്നു. അവിടെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് രംഗോലിയൊക്കെ വരയ്ക്കും, നല്ല അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ തന്നെ. അത് തലേ ദിവസം രാത്രി തന്നെ അത് 12 മണിക്കൊക്കെ അവർ കുത്തിയിരുന്ന് വരച്ച് റെഡിയാക്കി മുറ്റത്തൊക്കെ ഇട്ടേക്കും. അതിനൊക്കെ മുമ്പ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചാണകം വെള്ളം തെളിച്ച് തറയൊക്കെ പൊടി പറന്ന് ആ ഇതിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ചാണകമൊക്കെ മെഴുകി നീറ്റാക്കി അതിൽ കോലമൊക്കെ വരയ്ക്കുമ്പോൾ കാണാൻ ഒരു അടാറ് ലുക്കൊക്കെ തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ ഞാനും സൂര്യദേവന് ഞാനിതുവരെ പൊങ്കാല ഇട്ടിട്ടില്ല. മീൻസ് ഞാൻ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പൊങ്കൽ ആഘോഷിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ പൊങ്കലാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ചേട്ടൻ തന്നെ വാങ്ങിത്തന്നു. മീൻസ് കരിമ്പായാലും കലമായാലും പൊങ്കാല കലമായാലും എനിക്കിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ പൊങ്കാല അർപ്പിച്ചു, സൂര്യദേവന് പൊങ്കാലയൊക്കെ അർപ്പിച്ച്. മോളാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, മോളും ചേട്ടനും കൂടെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവരൊന്നും കാണിക്കാനും അവർക്കൊന്നും വീഡിയോയിൽ വരാനും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരെന്നെ മാത്രമാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ഞാൻ ഇന്നലെ വിളക്കൊക്കെ കത്തിച്ച് പൊങ്കാലയൊക്കെ സൂര്യഭഗവാനെ നേദിച്ച് പ്രാർത്ഥിച്ച്. അത് പറയുന്നത് നമ്മുടെ ഈ സൂര്യദേവനായാലും ഈ പൊങ്കാലയൊക്കെ അർപ്പിച്ച് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഈ പൊങ്കാല പൊങ്ങി വരുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം പൊങ്ങി നല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പമാണ്. എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷവും ഒരു എന്താ പറയുക, നമുക്ക് തന്നെ ചെയ്യുമ്പോൾ ഒരു ഉത്സാഹവും, നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഭാവിയിൽ ഇതൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു, ഒരു വർഷവും മുടങ്ങിയിട്ടില്ല. അച്ഛൻ മരിച്ചപ്പോൾ മാത്രമേ ആ ഒരു വർഷവും ചെയ്യാതിരുന്നിട്ടുള്ളൂ, അല്ലാതെ അമ്മ എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനും അത് കണ്ടു വളർന്നത് കൊണ്ടാവാം എനിക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നപ്പോഴും ഇത്തവണ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ പൊങ്കാലയൊക്കെ അർപ്പിച്ച് പിന്നെ തൊട്ടടുത്തുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.